ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. സ്കഫോൾഡിംഗ് എന്ന ചാപ്റ്ററാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കഫോൾഡിംഗ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൽ ഒരു വോൾ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിൻ്റെ അറിയാം, ഒരു നില ബിൽഡിംഗ് ആണെങ്കിൽ 3 മീറ്റർ വരെയൊക്കെ പോകും ഹൈറ്റ്. സോ നമുക്ക് ഒരു ആളിന് ഗ്രൗണ്ടിൽ നിന്ന് ബാക്കി കുറച്ച് പോർഷൻ മാത്രമേ, ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ മാത്രമേ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ഉള്ള പോർഷൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്തോന്ന് വേണം? നമുക്ക് എന്തെങ്കിലും ഒരു മെമ്പറിൻ്റെ പുറത്ത് കയറി നിന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഹൈറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറിനെയാണ് എന്തോന്ന് പറയുന്നത്? സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 1.5 മീറ്ററിന്, അതായത് ഗ്രൗണ്ടിൽ നിന്ന് 1.5 മീറ്ററിന് കൂടുതൽ ഒരു കൺസ്ട്രക്ട് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെമ്പററി സ്ട്രക്ചർ നമ്മൾ ചെയ്യും. അതിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അതായത് പണി ചെയ്യുന്ന ആൾക്ക് നിൽക്കാനും പിന്നെ നമുക്ക് പണി ചെയ്യുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസിന് വയ്ക്കാനും വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു ടെമ്പററി സ്ട്രക്ചർ ചെയ്യും. അതിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര ഹൈറ്റ് എക്സീഡ് ആകുമ്പോഴാണ് ഈ സ്കഫോൾഡിംഗ് ചെയ്യുന്നത്? 1.5 മീറ്റർ എക്സീഡ് ഫ്ലോർ ലെവലിൽ നിന്ന് 1.5 മീറ്റർ എക്സീഡ് ആകുമ്പോഴാണ് നമ്മൾ ഈ സ്കഫോൾഡിംഗ് ചെയ്യുന്നത്. ഓക്കെ, 1.5 മീറ്റർ വരെ നമുക്ക് താഴെ ഗ്രൗണ്ടിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് മേലോട്ട് വരുന്ന വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കഫോൾഡിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്: when the height above the floor exceed 1.5 meter, a temporary structure provided closer to the work, which will provide a safe working platform for the workers and provide limited space for building material. The temporary structure is known as scaffolding. ഓക്കെ, ആ ഒരു ടെമ്പററി സ്ട്രക്ചറിനെയാണ് എന്ന് പറയുന്നത് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ സ്കഫോൾഡിങ്ങിലുള്ള ടെക്നിക്കൽ ടൈപ്സ് ആണ് ആദ്യം നോക്കേണ്ടത്. സ്കഫോൾഡിങ് എന്താണെന്ന് പറഞ്ഞു. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററിന് മുകളിലോട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മേസ്ത്രിക്ക് അല്ലെങ്കിൽ പണി ചെയ്യുന്ന ആൾക്ക് നിൽക്കാനും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് വയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് ടെമ്പററി സ്ട്രക്ചറാണ്. നമുക്കതിന് ടെക്നിക്കൽ ടേംസിലോട്ട് വരാം. ഓക്കെ, സ്കഫോൾഡിംഗ് ഞാനിവിടെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതാണ് സ്കഫോൾഡിംഗ്. ഓക്കെ, ഇതൊരു ടൈപ്പ് സ്കഫോൾഡിംഗ് ആണ്. ഇതൊരു ടൈപ്പ് സ്കഫോൾഡിംഗ് ആണ്. നമുക്കതിൻ്റെ ടെക്നിക്കൽ ടേംസിലോട്ട് വരാം. ആദ്യത്തേതാണ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു വെർട്ടിക്കൽ പോർഷൻ. ഓക്കെ, ഈ ഒരു വെർട്ടിക്കൽ പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു വെർട്ടിക്കൽ പോർഷൻ എവിടെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ഗ്രൗണ്ടിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ മെമ്പർ, ഈ ഒരു സ്കഫോൾഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ മെമ്പർ, ഈ 2 വെർട്ടിക്കൽ മെമ്പറിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദ ഫ്രെയിം വർക്ക് സപ്പോർട്ടഡ് ഓൺ ദ ഗ്രൗണ്ടിൽ ഈ സ്റ്റാൻഡേർഡ്സ് ഗ്രൗണ്ടിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ മെമ്പറിനെയാണ്, ഈ ഫ്രെയിം വർക്കിലുള്ള വെർട്ടിക്കൽ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ലെഡ്ജർ. ഓക്കെ, ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റാൻഡേർഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ പോർഷൻ പോകുന്നുണ്ടല്ലേ? ഈ 2 സ്റ്റാൻഡേർഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഹൊറിസോണ്ടൽ പോർഷൻ പോകുന്നുണ്ട്. ആ ഹൊറിസോണ്ടൽ പോർഷനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെഡ്ജർ ഈ വോളിന് എങ്ങനെയാണ്? പാരലാണോ പെർപെൻഡിക്കുലർ ആണോ? വോളിന് പാരലാണല്ലേ? ഈ ഒരു ലെഡ്ജർ പാരലാണ്. സോ നമുക്ക് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്തെന്നൊക്കെ പറയാം? ഹൊറിസോണ്ടൽ മെമ്പറാണ്, പാരലൽ ടു വോൾ. ഓക്കെ, ഹൊറിസോണ്ടൽ മെമ്പറാണ്, പാരലൽ ടു വോൾ. അതാണ് ലെഡ്ജർ. ഈ ലെഡ്ജർ എന്തിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സ്റ്റാൻഡേർഡ്സിനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടേം പഠിച്ചു. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ മെമ്പറിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ദെൻ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പർ പാരലൽ ടു വോളിന് പാരലായിട്ടിരിക്കുന്ന ഈ ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ഈ ലെഡ്ജറിന്, അതായത് നമ്മൾ ഈ ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ്സ് ആണ്. ദെൻ സ്റ്റാൻഡേർഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ലെഡ്ജർ പറഞ്ഞു. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോം വയ്ക്കണമെങ്കിൽ ഈ വോളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ലെഡ്ജറിൽ നിന്ന് വോളിലോട്ട് ഒരു സപ്പോർട്ട് വേണം.
ഓക്കെ, അങ്ങനെ ലെഡ്ജറിൽ നിന്ന് വോളിലോട്ട് ഉള്ള ഒരു സപ്പോർട്ടിനെയാണ് എന്തോന്ന് പറയുന്നത്, പുട്ട് ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, പുട്ട് ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പുട്ട് ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പുട്ട് ലോഗ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പറാണ്. ഈ വോളിനെ കൺസിഡർ ചെയ്യുമ്പോൾ വോളിന് ഹൊറിസോണ്ടലാണോ പെർപെൻഡിക്കുലർ ആണോ പുട്ട് ലോങ്, ഈ മെമ്പർ ഈ ഒരു പുട്ട് ലോങ് ഉണ്ട്, ഈ ഒരു പുട്ട് ലോങ് ഉണ്ട്. ഈ പുട്ട് ലോങ് വോളിന് പെർപെൻഡിക്കുലർ ആണോ, എങ്ങനെയാണ്, വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. വോളിന് പെർപെൻഡിക്കുലർ ആണ്, അത് ഹൊറിസോണ്ടൽ മെമ്പറുമാണ്. ഓക്കെ, അതായത് ഒരു എൻഡ്, ഈ പുട്ട് ലോങ്ങിൻ്റെ ഒരു എൻഡ് ലെഡ്ജറിന് പുറത്താണ് നമ്മൾ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കയറിട്ട് കെട്ടി വെച്ചിരിക്കുന്നത് ലെഡ്ജറിന് പുറത്താണ് കയറിട്ട് കെട്ടി വെച്ചിരിക്കുന്നത്. മറ്റേ എൻഡ് എവിടെയാണ്, വോളിനകത്താണ്. വോളിൽ ഒരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് വോളിനകത്താണ് ഈ പുട്ട് ലോങ്ങിൻ്റെ ഒരു എഡ്ജ് കയറ്റി വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ പുട്ട് ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൊറിസോണ്ടൽ മെമ്പർ ആണെന്ന് പറഞ്ഞു. ദെൻ വോളിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. ദെൻ ഒൺ എൻഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് ദ വാൾ, ഒരു എൻഡ് ഇൻസൈഡ് ദ വോളിലും മറ്റേ എൻഡ് ലെഡ്ജറിലുമാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് പുട്ട് ലോഗ്. ഓക്കെ, പുട്ട് ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൊറിസോണ്ടൽ മെമ്പറാണ്, വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ദെൻ എന്താണ്, ഒരു എൻഡ് ഇൻസൈഡ് ദ വോളിലും ഒരു എൻഡ് ലെഡ്ജറിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് പുട്ട് ലോങ്. ഇനി ഈ ഒരു സ്കഫോൾഡിങ്ങിനോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു സ്കഫോൾഡിങ്ങിനോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രണ്ട് സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലേ, ഇതൊരു സ്റ്റാൻഡേർഡ്സ് ആണ്, അത് ഒരു രണ്ട് റോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ്സ്, ദെൻ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ദെൻ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ രണ്ട് റോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലേ, ഈ സ്റ്റാൻഡേർഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ പോകുന്നുണ്ട്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ മെമ്പർ രണ്ട് സ്റ്റാൻഡേർഡ്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലെഡ്ജറിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റാൻഡേർഡ്സിലും കണക്ട് ചെയ്തിരിക്കുന്ന ഈ ലെഡ്ജേഴ്സിലാണ് ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിനെ ട്രാൻസം എന്ന് പറയുന്നു. ഓക്കെ, ട്രാൻസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പുട്ട് ലോങ് തന്നെയാണ്. ബട്ട് രണ്ട് എൻഡും നമ്മൾ പുട്ട് ലോഗ് പറഞ്ഞപ്പോൾ ഒരു എൻഡ് ഇൻസൈഡ് ദ വാളിലും ഒരു എൻഡ് ലെഡ്ജറിലുമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. ട്രാൻസത്തിൻ്റെ കണ്ടീഷനിൽ വരുമ്പോൾ ഹൊറിസോണ്ടൽ മെമ്പർ എല്ലാം തന്നെയാണ്, പക്ഷേ രണ്ട് എൻഡും നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ലെഡ്ജറിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ടെൻഡും ലെഡ്ജറിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഹൊറിസോണ്ടൽ മെമ്പറിനെ ട്രാൻസം എന്ന് പറയുന്നു. ഇനി ഒരെൻഡ് ഇൻസൈഡ് ദ ബാളിലും ഒരെൻഡ് ലെഡ്ജറിലുമാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഹൊറിസോണ്ടൽ മെമ്പറിനെ പുട്ട് ലോഗ് എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയും പറയുന്നത് നമുക്ക് നോട്ട് വായിക്കാടാം. ആദ്യം പറഞ്ഞത് എന്താണ്, സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു. വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദ ഫ്രെയിം വർക്ക് സപ്പോർട്ടഡ് ഓൺ ദ ഗ്രൗണ്ട്. ഓക്കെ, ദെൻ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൊറിസോണ്ടൽ മെമ്പറാണ്, പാരലൽ ടു ദ വോളിന് പാരലായിട്ടാണ് അതിരിക്കുന്നത്. ദെൻ അടുത്തതാണ് പുട്ട് ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൊറിസോണ്ടൽ മെമ്പറാണ്, പെർപെൻഡിക്കുലർ ടു ദ വാൾ ആണ്. ദെൻ ഒൺ എൻഡ് ഈസ് സപ്പോർട്ടഡ് ഇൻസൈഡ് ദ വാൾ, അതർ എൻഡ് ഓൺ ദ ലെഡ്ജർ. ഓക്കെ, ദെൻ അടുത്തതാണ് ട്രാൻസം എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് ആർ പുട്ട് ലോഗ്സ് തന്നെയാണ്. എന്നാൽ എന്താണ് കണ്ടീഷൻ, എന്താണ്, ബോത്ത് എൻഡ് ആർ സപ്പോർട്ടഡ് ഓൺ ദ ലെഡ്ജർ. ബോത്ത് എൻഡും ട്രാൻസത്തിൻ്റെ ബോത്ത് എൻഡ്, രണ്ട് എൻഡ് നമ്മൾ ലെഡ്ജറിലാണ് സപ്പോർട്ട് ചെയ്ത് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ ബാക്കി നോക്കാം. ഇനി ഈ ഒരു സ്കഫോൾഡിങ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു സ്കഫോൾഡിങ് എടുത്തു കഴിഞ്ഞാലടാ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് മെമ്പർ കാണാൻ പറ്റുമല്ലേ, ഇൻക്ലൈൻഡ് മെമ്പർ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ്സ്, ഈ ഒരു വെർട്ടിക്കൽ മെമ്പറാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു. ഈ വെർട്ടിക്കൽ മെമ്പറായ സ്റ്റാൻഡേർഡ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡയഗണലായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഇൻക്ലൈൻഡ് ആയിട്ടോ കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് ബ്രാസസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാസസ്, BRACES, ബ്രാസസ്. സോ അപ്പോൾ ബ്രാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയഗണലായിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ നമ്മൾ സ്റ്റാൻഡേർഡ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് ബ്രാസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയഗണൽ ഓർ ക്രോസ് പീസസ് ഫിക്സ്ഡ് ഓൺ സ്റ്റാൻഡേർഡ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇൻക്ലൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡയഗണൽ ആയിട്ടുള്ള മെമ്പറിനെ അല്ലെങ്കിൽ പീസിനെയാണ് ബ്രാസസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ അറിയാം, നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ഈ പ്ലാറ്റ്ഫോം എന്തിനാണ്, മെറ്റീരിയൽസ് വയ്ക്കാനും വർക്ക്മാൻ, അതായത് പണി ചെയ്യുന്ന ആൾക്ക് നിൽക്കാനുമുള്ള സ്ഥലത്തിനാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബോർഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ഫോർ സപ്പോർട്ടിങ് മെൻ ആൻഡ് മെറ്റീരിയൽ. പണി ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ മെറ്റീരിയൽസിനോ ഇരിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോമിന് നമ്മൾ ബോർഡിംഗ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിന് നമ്മൾ ബോർഡിംഗ് എന്നും പറയാറുണ്ട്. ഓക്കെ, ബ്രാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രേസസ് എന്ന് പറഞ്ഞാൽ
ഡയഗണൽ ഓർ ക്രോസ് പീസസ് ഫിക്സ്ഡ് ഓൺ സ്റ്റാൻഡേർഡ്സിന് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ പ്ലാറ്റ്ഫോം ഓർ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ഫോർ സപ്പോർട്ടിങ് മെൻ ആൻഡ് മെറ്റീരിയൽ. മെന്നിനും മെറ്റീരിയലിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തോന്ന് പറയുന്നത്? പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബോർഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഗോഡ് റെയിൽ. ഗോഡ് റെയിൽ എന്ന് നമുക്ക് ഫിഗറിൽ നോക്കാം. ഗോഡ് റെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരാൾ പണി ചെയ്തുകൊണ്ട് നിൽക്കുകയാണല്ലേ. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആൾ പണി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഒരു ഭംഗി, അതായത് ഫിനിഷ് ആയോ, കറക്റ്റായോ, കറക്റ്റ് ലെവലൊക്കെ ആയോ എന്നറിയാൻ വേണ്ടി കുറച്ചൊന്ന് പുറകിലോട്ട് വന്ന് നോക്കും എന്ന് കരുതുക. ഓക്കെ, പ്ലാറ്റ്ഫോമിലാണ് വ്യക്തി നിൽക്കുന്നത്. സോ കുറച്ച് ഒന്ന് പുറകിലോട്ട് വന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് പുറകിലോട്ട് മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വർക്ക് ചെയ്യുന്ന ആളുടെ വർക്കിംഗ് ലെവലിൽ നമ്മൾ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ സപ്പോർട്ടിനെയാണ് ഗോഡ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, വർക്കിംഗ് ലെവലിൽ ഇവിടെ കണ്ടറിയാം. ഈ ഒരു സ്കഫോൾഡിങ്. ഓക്കെ, ഈ ഒരു സ്കഫോൾഡിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇതാണ് വർക്കിംഗ് ലെവലിൽ കൊടുത്തിരിക്കുന്നത്. എന്താണെന്നാണ് അത്? ഗാർഡ് റെയിൽ. ഓക്കെ, ഗാർഡ് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൽ പ്രൊവൈഡ് ലൈക്ക് എ ലെഡ്ജർ അറ്റ് വർക്കിംഗ് ലെവൽ. നമ്മൾ ലെഡ്ജർ പോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ലെഡ്ജർ മീൻസ് ലെഡ്ജർ നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് വാളിന് പാരലായിട്ടുള്ള ഹൊറിസോണ്ടൽ മെമ്പറാണ് ലെഡ്ജർ എന്ന് പറഞ്ഞു. ആ ലെഡ്ജർ പോലുള്ള ഒരു മെമ്പർ തന്നെയാണ് ഗോഡ് റെയിൽ. ഗോഡ് റെയിലിൻ്റെ കറക്റ്റ് ഇതെന്താണ്? വർക്കിംഗ് ലെവലിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന ആളിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അയാൾ പുറകിലോട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വർക്കിംഗ് ലെവലിൽ ഒരു ഹൊറിസോണ്ടൽ റെയിൽ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഗോഡ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഗോഡ് റെയിൽ. ഈ ഒരു ഫിഗർ, ഈ ഒരു സ്കഫോൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഈ ഒരു മെമ്പറാണ് ഗോഡ് റെയിൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തതല്ല ടൗ ബോർഡ്. ടൗ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് നമ്മൾ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു മെമ്പർ കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ഫിഗറിൽ കണ്ടാൽ അറിയാം, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ് വയ്ക്കും. സ്റ്റോൺ ആയിക്കോട്ടെ, ബ്രിക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതേപോലെ സിമൻറ്റ് മോട്ടാർ ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ മെറ്റീരിയൽസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പം ഈ മെറ്റീരിയൽസ് വന്ന് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു സ്കഫോൾഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഇതുപോലൊരു മെമ്പർ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് എന്തോന്ന് പറയുന്നത്? ടൗ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എ ബോർഡ് പ്ലേസ്ഡ് പാരലൽ ടു ദ ലെഡ്ജർ. ഇതാണ് ലെഡ്ജറിന് പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സപ്പോർട്ടഡ് ബിറ്റ്വീൻ ദ പുട്ട്ലോങ് ഓർ ട്രാൻസം. പുട്ട്ലോങ്ങിനും ട്രാൻസത്തിനും ബിറ്റ്വീൻ ആയിട്ടാണ് അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു മെമ്പറിനാണ് ടൗ ബോർഡ് എന്ന് പറയുന്നത്. അത് പ്രൊട്ടക്റ്റീവ് മെഷറായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബട്ട് ദെൻ അടുത്തതാണ് റാക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കഫോൾഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലൈൻഡ് ഇതുപോലെ കൊടുക്കുന്ന, ഓക്കെ, നമ്മുടെ സ്റ്റാൻഡേർഡ്സിന് ഇതുപോലെ കൊടുക്കുന്ന ഇംഗ്ലൈൻഡ് സപ്പോർട്ടിനെയാണ് എന്തോന്ന് പറയുന്നത്? റാക്കർ എന്ന് പറയുന്നത്. ഈ ഒരു സപ്പോർട്ടിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഈ ഒരു സ്കഫോൾഡിങ്ങിലുള്ള ഈ ഒരു സപ്പോർട്ടിന് നമ്മൾ എന്തോന്നാണ് പറഞ്ഞത്? ബ്രേസസ് എന്നാണ് പറഞ്ഞത്. ദെൻ ഇതുപോലെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന ഇംഗ്ലൈൻഡ് മെമ്പറിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? റാക്കർ എന്ന് പറയുന്നു. ഓക്കെ, റാക്കർ എന്ന് പറയുന്നു. ഇനി നമ്മൾ ബ്രാസസ് പറഞ്ഞു ഡയഗണൽ ഓർ ക്രോസ് പീസ് ഫിക്സ്ഡ് ഓൺ സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് നോട്ട് നോക്കാടാ. ഗാർഡ് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർഡ് റെയിൽ എന്ന് പറഞ്ഞാൽ റെയിലാണ്. ഇത് RAIL. റെയിൽ പ്രൊവൈഡഡ് ലൈക്ക് ലെഡ്ജർ അറ്റ് ദ വർക്കിംഗ് ലെവലിൽ മെന്നിൻ്റെ പ്രൊട്ടക്റ്റീവിന് വേണ്ടി കൊടുക്കുന്ന ഒരു മെമ്പറാണ് ഗോഡ് റെയിൽ. പിന്നെ അടുത്തതാണ് ടൗ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? TOE ഉണ്ട്. ഓക്കെ, ടൗ ബോർഡ് എന്ന് പറഞ്ഞാൽ എ ബോർഡ് പ്ലേസ്ഡ് പാരലൽ ടു ദ ലെഡ്ജർ ആൻഡ് സപ്പോർട്ടഡ് ബിറ്റ്വീൻ ദ പുട്ട്ലോങ്സ് ഓഫ് ട്രാൻസം. പുട്ട്ലോങ് അല്ലെങ്കിൽ ട്രാൻസത്തിന് ബിറ്റ്വീൻ ആയിട്ടാണ് അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ റാക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലൈൻഡ് സപ്പോർട്ട് എന്ന് പറയും. ഓക്കെ, ഇംഗ്ലൈൻഡ് സപ്പോർട്ടിനെയാണ് റാക്കർ എന്ന് പറയും. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ടൈപ്സ് ഓഫ് സ്കഫോൾഡിംഗ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ടൈപ്സ് ഓഫ് സ്കഫോൾഡിങ്ങിൽ ആദ്യത്തെ സ്കഫോൾഡിംഗ് ആണ് സിംഗിൾ സ്കഫോൾഡിംഗ്. ഓക്കെ, സിംഗിൾ സ്കഫോൾഡിംഗ് മറ്റ് പേരുകളുണ്ട്. സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറയാം, ലോഗ് സ്കഫോൾഡിംഗ് എന്ന് പറയാം, ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പം സിംഗിൾ സ്കഫോൾഡിന് മറ്റ് പേര് ഏതൊക്കെയാണ്? പുട്ട്ലോഗ് സ്കഫോൾഡിംഗ്, ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ്. ഓക്കെ, അത്രയാണ് സിംഗിൾ സ്കഫോൾഡിംഗ്, പുട്ട്ലോഗ് സ്കഫോൾഡിംഗ്, ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ്. ഇത്രയാണ് സിംഗിൾ സ്കഫോൾഡിന് മറ്റേ പേര്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് സിംഗിൾ സ്കഫോൾഡിംഗ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണിച്ചു തന്ന
ഓക്കെ, ഇത് സിംഗിൾ സ്കഫോൾഡിംഗ് ആണ്. ഇതാണ് ഒരു സിംഗിൾ സ്കഫോൾഡിന് എക്സാമ്പിൾ. ഈ സിംഗിൾ സ്കഫോൾഡിങ്ങിൽ നമ്മൾ ബ്രിക്ക് വർക്കിനാണ് കോമൺ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ബ്രിക്ക് വർക്കിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ മെമ്പർ എന്ന് പറഞ്ഞു. ഓക്കെ, ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ മെമ്പറിനാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു. ഈ സ്റ്റാൻഡേർഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുക. ഇതൊരു സ്റ്റാൻഡേർഡ്സ് ആണ്, ഇതൊരു സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ സ്റ്റാൻഡേർഡ്സുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 to 2.5 മീറ്റർ ആണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 to 2.5 മീറ്റർ ആണ്. ഓക്കെ, 2 to 2.5 മീറ്റർ ആണ്. ഇത് മാക്സിമം 3 മീറ്റർ വരെ ആകാം. ഓക്കെ, മാക്സിമം 3 മീറ്റർ വരെയാണ്. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റാൻഡേർഡ്സ് എത്രയാണ്? 2 to 2.5 മീറ്റർ ആണ്. മാക്സിമം 3 മീറ്റർ വരെ ആകാം. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഈ ഒരു വാളിൽ നിന്ന് സ്റ്റാൻഡേർഡ്സ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 1 മീറ്റർ ആണ്. 1.2 മീറ്റർ ആണ്. ഓക്കെ, 1.2 മീറ്റർ ആണ്. വാളിൽ നിന്ന് സ്റ്റാൻഡേർഡ്സ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 1.2 മീറ്റർ. ഓക്കെ, ദെൻ അടുത്തതാണ് ഈ ലെഡ്ജർ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. വാളിന് പാരലലായിട്ടുള്ള ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് ലെഡ്ജർ എന്ന് പറഞ്ഞു. ഈ ലെഡ്ജറുകൾ, ഓക്കെ, ഇവിടെ ഈ ഒരു സ്കഫോൾഡിങ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലെഡ്ജറാണ്, ഇതൊരു ലെഡ്ജറാണ്. ഈ ലെഡ്ജറുകൾ തമ്മിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ലെഡ്ജറുകൾ തമ്മിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.2 to 1.8 മീറ്റർ ആണ്. ഓക്കെ, 1.2 to 1.8 മീറ്റർ ആണ് ഈ ലെഡ്ജറുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്? 1.2 to 1.8 മീറ്റർ ആണ്. ഓക്കെ, ദെൻ അടുത്ത് ഈ പുട്ട്ലോങ് നമ്മൾ പറഞ്ഞല്ലേ, ഇതാണ് പുട്ട്ലോങ്. ഓക്കെ, ഇതാണ് പുട്ട്ലോങ്. ഈ പുട്ട്ലോങ്ങുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതും 1.2 to 1.8 മീറ്റർ തന്നെയാണ്. ഓക്കെ, പുട്ട്ലോങ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും 1.2 to 1.8 മീറ്റർ തന്നെയാണ്. ലെഡ്ജറുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസും 1.2 to 1.8 മീറ്റർ തന്നെയാണ്. ദെൻ വേറെ എന്താണ് പറഞ്ഞത്? നമ്മൾ വാളിൽ നിന്ന് ഈ വാളും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 1.2 മീറ്റർ ആണ്. ദെൻ ഈ സ്റ്റാൻഡേർഡ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 2 to 2.5 മീറ്റർ, മാക്സിമം 3 മീറ്റർ വരെ ആകാം. ഓക്കെ, അത്രയാണ് ഈ ഒരു സിംഗിൾ സ്കഫോൾഡിങ്ങിൽ പഠിക്കാനുള്ളത്. ഈ പോയിന്റ്സിലാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മെയിൻലി യൂസ്ഡ് ഇൻ ബ്രിക്ക് വർക്ക് എന്ന് പറഞ്ഞു. ഇതിനടുത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റാൻഡേർഡ് 2 to 2.5 മീറ്റർ ആണ്. മാക്സിമം എത്രയാണ്? മാക്സിമം 3 മീറ്റർ ആണ്. ദെൻ അതുപോലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാൾ, ഓക്കെ, വാൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, വാളും സ്റ്റാൻഡേർഡ്സും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്. ദെൻ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലെഡ്ജറുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്? 1.2 to 1.8 മീറ്റർ ആണ്. ദെൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പുട്ട്ലോങ്ങുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? അതും 1.2 to 1.8 മീറ്റർ ആണ്. ഓക്കെ, ദെൻ അതെവിടെയാണ്? നമ്മൾ കോമൺ ആയിട്ട് ബ്രിക്ക് വർക്കിനാണ് നമ്മൾ ഈ സിംഗിൾ സ്കഫോൾഡിങ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ഡബിൾ സ്കഫോൾഡിങ്. ഓക്കെ, ഡബിൾ സ്കഫോൾഡിങ്ങിൻ്റെ മറ്റ് പേരുകളാണ് ഏതൊക്കെയാണ്? മേസൺ സ്കഫോൾഡിങ് എന്ന് പറയുന്നു. ദെൻ സെൽഫ് സ്റ്റെബിലൈസിങ് സ്കഫോൾഡിങ് എന്ന് പറയുന്നു. ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിങ് എന്ന് പറയുന്നു. ഏതൊക്കെയാണ്? ഡബിൾ സ്കഫോൾഡിങ്, മേസൺ സ്കഫോൾഡിങ്, സെൽഫ് സ്റ്റെബിലൈസിങ് സ്കഫോൾഡിങ്, ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിങ്. ഈ ഒരു പേരൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോണം. ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഡബിൾ സ്കഫോൾഡിങ് എന്ന പേരായിരിക്കും നിങ്ങൾക്ക് ഓർമ്മയിരിക്കുന്നത്, ബാക്കിയുള്ള പേരായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചോദിക്കുന്നത്. സോ ആ പേരെല്ലാം പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇനി ഡബിൾ സ്കഫോൾഡിങ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്? നമ്മൾ സ്റ്റോൺ വർക്കിനൊക്കെ ആയിരിക്കും നമ്മൾ ഡബിൾ സ്കഫോൾഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോൺ വർക്കിനായിരിക്കും നമ്മൾ ഡബിൾ സ്കഫോൾഡിങ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും സ്റ്റാൻഡേർഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 to 2.5 മീറ്റർ ആണ്. മാക്സിമം 3 മീറ്റർ ആണ്. ഓക്കെ, ഇവിടെയും സ്റ്റാൻഡേർഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 to 2.5 മീറ്റർ ആണ്. അതായത് 2 മുതൽ 2.5 മീറ്റർ വരെ ആകാം. മാക്സിമം 3 മീറ്റർ. ഓക്കെ, ദെൻ അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 റോസ് ഓഫ് സ്റ്റാൻഡേർഡ്. ഓക്കെ, നമ്മൾ ഡബിൾ സ്കഫോൾഡിങ് ഇവിടെ പറഞ്ഞു. ഓക്കെ, ഇതാണ് ഡബിൾ സ്കഫോൾഡിന് എക്സാമ്പിൾ. ഇവിടെ ഞാൻ പറഞ്ഞു ഇതൊരു സ്റ്റാൻഡേർഡ് ആണ്, ഇതൊരു സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഈ ഒരു റോയിൽ 2 സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുപോലെ തന്നെ പുറകിലത്തെ റോയിലും 2 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ ഓരോ റോയിലെയും ഇതൊരു റോ,
ഇതൊരു റോ. ഈ ഓരോ റോയിലെയും സ്റ്റാൻഡേർഡുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് ഇതൊരു സ്റ്റാൻഡേർഡാണ്, ഇതൊരു സ്റ്റാൻഡേർഡാണെടാ, ഇതൊരു സ്റ്റാൻഡേർഡാണ്, ഇതൊരു സ്റ്റാൻഡേർഡാണ്. ഈ ഓരോ റോയിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 റോസ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 റോസ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ ആണ്. ദെൻ ഡിസ്റ്റൻസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഫ്രം ദ വാളിൽ നിന്ന്, ഇപ്പോൾ ഇതൊരു നിങ്ങൾ വാളായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതൊരു വാളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാളിൽ നിന്ന് സ്റ്റാൻഡേർഡ്സിലോട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 to 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് ഇവിടെ ഞാൻ 22 എന്നാണ് എഴുതിയിരിക്കുന്നത്, 22 അല്ലടാ 20 ആണ്. ഓക്കെ, 20 to 30 സെൻറ്റിമീറ്റർ ആണ്. അതായത് സ്റ്റാൻഡേർഡും വാളിൽ നിന്ന് സ്റ്റാൻഡേർഡ് എത്ര ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാളും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 to 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സെൻറ്റിമീറ്റർ ആണ്. ദെൻ ബാക്കി പറയുന്ന പോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് ലെഡ്ജറുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇവിടെയും 1.2 to 1.8 മീറ്റർ ആണ്. ദെൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസം വരുമ്പോൾ 1.2 to 1.8 മീറ്റർ തന്നെയാണ്. ഓക്കെ, ട്രാൻസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് എൻഡും നമ്മൾ ലെഡ്ജറിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനാണ് ട്രാൻസം എന്ന് പറയുന്നത്. ഫുട്ട് ലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെൻഡ് വാളിൻ്റെ ഇൻസൈഡിലും ഒരെൻഡ് ലെഡ്ജറിലും ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനാണ് ഫുട്ട് ലോങ് എന്ന് പറയുന്നത്. ഈ ഡബിൾ സ്കഫോൾഡിങ്ങിൽ ട്രാൻസമാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ട്രാൻസത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ ഒന്നുകൂടെ പറയുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, 2 സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 to 2.5 മീറ്റർ ആണ്. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 റോസ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അതുപോലെ വാളും സ്റ്റാൻഡേർഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് 22, ഓക്കെ, 20 മുതൽ 30 സെൻറ്റിമീറ്റർ ആണ്. ദെൻ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലെഡ്ജർ 1.2 to 1.8 മീറ്റർ ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസം 1.2 to 1.8 മീറ്റർ ആണ്. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് സ്കഫോൾഡിംഗ് ആണ് നീഡിൽ ഓർ കാൻഡിലിവർ സ്കഫോൾഡിംഗ്. ഓക്കെ, നീഡിൽ ഓർ കാൻഡിലിവർ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ കാണുമ്പോഴത്തെ സ്കഫോൾഡിംഗ് ആണ്. അതെന്താണെന്ന് പറയാം. നമുക്ക് ഒരു സ്പേസ് ലിമിറ്റായിട്ടുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതൊരു ബിൽഡിംഗ് ആണ്. ഓക്കെ, ഇതൊരു ബിൽഡിംഗ് ആണ്. ഇത് അതിൻ്റെ ഗ്രൗണ്ട് ലെവലാണ്. ഈ ഒരു പോർഷൻ, ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ എന്തെങ്കിലും ട്രാഫിക്കോ അല്ലെങ്കിൽ റോഡ് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴയോ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഗ്രൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഇവിടുത്തെ ഈ ഒരു വാളിൽ നിന്ന് ഇങ്ങനെ കൊടുക്കും. എന്നിട്ടായിരിക്കും ഇവിടെ നിന്ന് മുകളിലോട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഇവ കാണുന്ന പറയും ഈ ഒരു സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൈൻഡ് ആയിട്ട് ഇവിടെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അത് ഡയറക്റ്റ് ഗ്രൗണ്ടിലല്ല സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ ബാക്കിയുള്ള സ്കഫോൾഡിങ് മെറ്റീരിയൽസ് അതിൻ്റെ മേലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്കഫോൾഡിങ്ങിനെയാണ് എന്തോന്ന് പറയുന്നത്? നീഡിൽ ഓർ കാൻഡിലിവർ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? യൂസ്ഡ് വെൻ നോ പ്രോപ്പർ ഗ്രൗണ്ട് ഈസ് അവൈലബിൾ ഫോർ ദ സ്റ്റാൻഡേർഡ് ടു റെസ്റ്റ്. സ്റ്റാൻഡേർഡിന് റെസ്റ്റ് ചെയ്യാൻ പ്രോപ്പർ ഗ്രൗണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നീഡിൽ ഓർ കാൻഡിലിവർ സ്കഫോൾഡിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നീഡിൽ ഓർ കാൻഡിലിവർ സ്കഫോൾഡിംഗ്, നീഡിൽ അല്ലെങ്കിൽ കാൻഡിലിവർ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നതിന്. ദെൻ അടുത്തതാണ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്. സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പ്ലാറ്റ്ഫോം ആണല്ലേ, ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിനെ നമ്മൾ റോപ്പോ അല്ലെങ്കിൽ കേബിളോ എന്തെങ്കിലും വെച്ച് ടോപ്പിൽ എന്തെങ്കിലും ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാം ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വയറോ അല്ലെങ്കിൽ കേബിളോ എന്തെങ്കിലും വെച്ചിട്ട് ടോപ്പിൽ എന്തെങ്കിലും ഹാങ് ചെയ്ത് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. സോ ഈ ടൈപ്സ് സ്കഫോൾഡിംഗ് നമ്മൾ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? നമ്മൾ മെയിൻ്റനൻസ് വർക്കിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, അപ്പോൾ സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, നമ്മൾ മെയിൻ്റനൻസ് വർക്കിനാണ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് യൂസ് ചെയ്യുന്നത്. എന്താണ്? വർക്കിംഗ് പ്ലാറ്റ്ഫോം ഈ സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുക, കെട്ടിയിട്ടിരിക്കുക, ഹാങ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് സസ്പെൻഡഡ് എന്ന് പറയുന്നത്. സസ്പെൻഡഡ് ഫ്രം ദ റോപ്പ് ബൈ മീൻസ് ഓഫ് വയർ, കേബിൾ, ചെയിൻ എക്സെട്ര. നമ്മൾ വയേഴ്സോ അല്ലെങ്കിൽ കേബിളോ ചെയിനോ വെച്ചിട്ട് റോപ്പ് നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്ത് സസ്പെൻഡ് ചെയ്ത് ഇട്ടിരിക്കും. ഇതിനെയാണ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പാണ് ട്രസ്റ്റിൽ സ്കഫോൾഡിംഗ്. ഓക്കെ, ട്രസ്റ്റിൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഫിഗർ കാണിച്ചു തരാം.
ഓക്കെ, ഇതാണ് ട്രസ്റ്റഡ് സ്കഫോൾഡിങ്. ഓക്കെ, ഇതാണ് ട്രസ്റ്റഡ് സ്കഫോൾഡിങ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ ഒരു ലാഡർ പോലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, ലാഡർ പോലുള്ള മെറ്റീരിയൽ ഉണ്ട്. ദെൻ റാക്കറൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഇവിടെ ട്രസ്റ്റഡ് സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാക്സിമം ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച ഒരു സ്കഫോൾഡിങ്ങിനും നമുക്ക് എത്ര ഹൈറ്റ് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. ഒരു റെസ്ട്രിക്റ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇല്ലായിരുന്നു. നമുക്കിവിടെ എന്നാൽ ട്രസ്റ്റഡ് സ്കഫോൾഡിങ് വരുമ്പോൾ നമുക്കത് മാക്സിമം 5 മീറ്റർ വരെ ചെയ്യാൻ പറ്റൂ. 5 മീറ്റർ ഹൈറ്റ് വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഹൈറ്റ് ലിമിറ്റ് ഉള്ളത് ഏതിനാണ്? ട്രസ്റ്റഡ് സ്കഫോൾഡിങ്ങിനാണ്. ഈ ട്രസ്റ്റഡ് സ്കഫോൾഡിങ് നമുക്ക് മാക്സിമം 5 മീറ്റർ വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം, അതായത് നമ്മൾ ഈ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോംസൊക്കെ നമ്മളൊരു മൂവബിൾ കോൺട്രിവെൻസ് കൊണ്ട് അതായത് നമ്മൾ വീൽ കൊണ്ട് കണക്ട് ചെയ്തിരിക്കും. ഒരു എക്സാമിന് ചോദിച്ചതാണ് മൂവബിൾ കോൺട്രിവെൻസ് എന്ന് പറയുന്നത്. അത് മൂവബിൾ കോൺട്രിവെൻസ് എന്ന് പറഞ്ഞാൽ വീൽസ് അതിൽ കണക്ട് ചെയ്തിരിക്കും എന്നാണ് മീനിങ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീൽസ് കണക്ട് ചെയ്തിരിക്കുന്ന സ്കഫോൾഡിങ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രസ്റ്റഡ് സ്കഫോൾഡിങ് ആണ്. ആ ട്രസ്റ്റഡ് സ്കഫോൾഡിങ്ങിൻ്റെ മാക്സിമം ഹൈറ്റ് എത്രയാണ്? 5 മീറ്റർ. 5 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രസ്റ്റഡ് സ്കഫോൾഡിങ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ദെൻ അടുത്തതാണ് സ്റ്റീൽ സ്കഫോൾഡിങ്. സ്റ്റീൽ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ട്യൂബാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അവരുടെ ഡയമീറ്റർ പറയുന്നുണ്ട് 40 മുതൽ 50 mm ഡയമീറ്ററും തിക്നെസ് 5 mm ഉള്ള സ്റ്റീൽ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ സ്കഫോൾഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ സ്റ്റീൽ സ്കഫോൾഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്കറിയാം എന്തൊക്കെയാണ്? ഫയർ റെസിസ്റ്റൻസ് ആണ്, അതുപോലെ തന്നെ ഹൈലി ഡ്യൂറബിൾ ആണ്, ഈസി ടു ഇറക്റ്റഡ് ആൻഡ് ഡിസ്മെൻ്റ്. അതായത് നമുക്ക് സ്കഫോൾഡിങ് ചെയ്യാനും അതിനെ പൊളിക്കാനും സ്റ്റീൽ സ്കഫോൾഡിങ് ഈസിയാണ്. ദെൻ ക്യാൻ വി കൺസ്ട്രക്ട് എനി ഹൈറ്റ്, ഏത് ഹൈറ്റിൽ വേണമെങ്കിലും നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ സ്ക്രാപ്പ് വാല്യൂ ഹൈ ആണല്ലേ. സ്റ്റീലൊക്കെ നമുക്കിപ്പോൾ കുറേ ടൈംസ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്കത് വിറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. അതാണ് സ്ക്രാപ്പ് വാല്യൂ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റീൽ സ്കഫോൾഡിങ്ങിൽ ആ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ട്യൂബിൻ്റെ സൈസ് എങ്ങനെയാണ്? ഡയമീറ്റർ വരുന്നത് 40 മുതൽ 50 mm ഡയമീറ്ററും തിക്നെസ് എത്രയാണ്? 5 mm തിക്നെസ്. ഓക്കെ, നമുക്കറിയാം ഫയർ റെസിസ്റ്റൻസ് ആണ്, ഡ്യൂറബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ദെൻ ഇത് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ദെൻ സ്ക്രാപ്പ് വാല്യൂ ഹൈ ആണ്. ഓക്കെ, ഇനി ഈ സ്റ്റീൽ സ്കഫോൾഡിങ്ങിന് ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഡിസഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്? ഈ സ്റ്റീൽ സ്കഫോൾഡിങ് നമുക്ക് പുതുതായിട്ട് ഒരെണ്ണം വാങ്ങണമെങ്കിൽ ആ കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് ഇനിഷ്യൽ കോസ്റ്റ് ഹൈ ആയിരിക്കും. ഓക്കെ, ഇനിഷ്യൽ കോസ്റ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഇനിഷ്യൽ കോസ്റ്റ് ഹൈ എന്നത്. ദെൻ അതുപോലെ തന്നെ റിക്വയർഡ് പീരിയോഡിക് പെയിൻറ്റിങ്, അതായത് നമ്മൾ ഒരു കറക്റ്റ് പീരീഡ് നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കത് കുറച്ച് കാലം കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു 2 ഡിസഡ്വാൻറ്റേജ് ആണ് സ്റ്റീൽ സ്കഫോൾഡിങ്ങിനുള്ളത്. ഏതൊക്കെയാണ്? ഇനിഷ്യൽ കോസ്റ്റ് ഈസ് ഹൈ ആണ്, അതുപോലെ തന്നെ റിക്വയർസ് പീരിയോഡിക് പെയിൻറ്റിങ്, പീരിയോഡിക് ടൈമിൽ നമ്മളൊരു പെയിൻറ്റിങ് ചെയ്ത് വെക്കാം. ഓക്കെ, ആ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് സ്റ്റീൽ സ്കഫോൾഡിങ്ങിനുള്ളത്. ദെൻ അടുത്ത സ്കഫോൾഡിങ് ആണ് പാറ്റൻറ്റഡ് ഓർ ലാഡർ സ്കഫോൾഡിങ്. പാറ്റൻറ്റഡ് ഓർ ലാഡർ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് പാറ്റൻറ്റഡ് ഓർ ലാഡർ സ്കഫോൾഡിങ്. ഇതേതാണ്? ഇത് നമ്മുടെ ട്രസ്റ്റഡ് സ്കഫോൾഡിങ് ആണ്. ഇതാണ് പാറ്റൻറ്റഡ് ഓർ ലാഡർ സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ഈ ഒരു സ്കഫോൾഡിങ് കണ്ടാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്കഫോൾഡിങ് ഓർമ്മ വരുന്നുണ്ടോ? ഈ ഒരു സ്കഫോൾഡിങ് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ടാ? ഒരു ഡബിൾ സ്കഫോൾഡിങ്ങിൻ്റെ ഒരു ഓർമ്മ വരുന്നുണ്ടല്ലേ? സോ അത് തന്നെയാണ് നമ്മൾ ഈ പാറ്റൻറ്റ് അല്ലെങ്കിൽ ലാഡർ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ഫോം ഓഫ് ഡബിൾ സ്കഫോൾഡിങ്. ഡബിൾ സ്കഫോൾഡിങ്ങിൻ്റെ മോഡിഫൈഡ് ഫോമാണ് ഈ പാറ്റൻറ്റഡ് അല്ലെങ്കിൽ ലാഡർ സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ഇതും സ്റ്റീലിലാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്, സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാറ്റൻറ്റഡ് ഓർ ലാഡർ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡിഫൈഡ് ഫോം ഓഫ് ഡബിൾ സ്കഫോൾഡിങ്. ഡബിൾ സ്കഫോൾഡിങ്ങിൻ്റെ മോഡിഫൈഡ് ഫോം ഏതെന്ന് ചോദിച്ചാൽ പാറ്റൻറ്റഡ് ഓർ ലാഡർ സ്കഫോൾഡിങ് ആണ്. ഇത് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് സ്കഫോൾഡിങ്. ഇത്രയും ടോപ്പിക്ക് തന്നെയാണ് സ്കഫോൾഡിങ് എന്ന ചാപ്റ്ററിലും പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും എക്സാം ഡേറ്റ് ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ജൂൺ 27-ാം തീയതിയാണ് ഫസ്റ്റ് ഗ്രേഡ് എക്സാം വരുന്നത്. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനിയും വീഡിയോസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത് കാണണ്ട. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.